കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ MSC എൽസ 3 ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് MSC കമ്പനിയുടെ പോളോ എന്ന കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി. MSC ഷിപ്പിംഗ് കമ്പനിക്കെതിരെ 73 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സാൻസ് കാഷ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. അതേസമയം വാൻഹായ് കപ്പൽ തീപിടിച്ചതിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ തങ്ങളുടെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. കപ്പൽ മുങ്ങിയതോടെ 73 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സാൻസ് കാഷ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. പണം കെട്ടിവെക്കാതെ കപ്പലിന് യാത്ര തുടരാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. ഇതോടെ MSC പോളോ എന്ന കപ്പൽ തടഞ്ഞുവെക്കാൻ വിഴിഞ്ഞം പോർട്ടിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. MSC എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ രണ്ടാം തവണയാണ് അവരുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നത്. പണം ഇന്നു തന്നെ കെട്ടിവെക്കാമെന്നാണ് കപ്പൽ കമ്പനിയുടെ നിലപാട്. ഒപ്പം ഇനിയുള്ള ഹർജികളിൽ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ചൂണ്ടിക്കാട്ടി MSC ഹൈക്കോടതിയിൽ കവിയറ്റ് നൽകിയിട്ടുണ്ട്. സിംഗപ്പൂർ കപ്പലായ വാൻഹായ് തീപിടിച്ചതിൽ കേസെടുത്ത ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മംഗലാപുരത്ത് പോയി കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കുമെന്ന് കോസ്റ്റൽ AIG പത്തം സിംഗ്. പെറ്റീഷണർ കംപ്ലൈൻറ്റ് പരാതി പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. ക്രൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഏജൻസികളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസർമാരുടെ റെസ്ക്യൂ ഓപ്പറേഷനിലെ ബന്ധപ്പെട്ട ഓഫീസർമാരുടെ എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. കേരളത്തിലെ കപ്പൽ അപകടങ്ങളിലുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.